വഖഫ് ഭേദഗതി ബില്ലിൽ പാർട്ടി നിലപാട് എടുത്തിട്ടുണ്ടെന്ന് കോൺഗ്രസ് ചീഫ് വിപ്പ് കൊടിക്കുന്നിൽ സുരേഷ്. വഖഫ് ബിൽ JPC പരിശോധനയ്ക്ക് ശേഷം പാർട്ടി പരിശോധിച്ച നിലപാട് വ്യക്തമാക്കുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. പിന്നീട് വഖഫ് ബോർഡിന് ബില്ലിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു നിലപാടുണ്ട്. അതോടൊപ്പം ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾക്കും നിലപാടുണ്ട്. അപ്പോൾ വഖഫ് ബില്ല് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ വിശദമായ പരിശോധനയ്ക്ക് ശേഷം ലോക്സഭയിലേക്കും പിന്നീട് രാജ്യസഭയിലേക്കും വരികയാണ്. അതിന്മേൽ ഈ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് ശേഷം വരുന്ന വഖഫ് ബില്ലിനെ സംബന്ധിച്ച് എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടതിനെ സംബന്ധിച്ച് പാർട്ടി നേതൃത്വം അത് തീരുമാനിക്കും. ആ തീരുമാനത്തിനനുസരിച്ച് കോൺഗ്രസ് MPമാർ മുന്നോട്ട് പോകും. ഡൽഹിയിൽ നിന്ന് ശരത് ലാലാണ് നമുക്കൊപ്പം തത്സമയം ചേരുന്നത്. ശരത് ലാൽ, കോൺഗ്രസിന്റെ നിലപാട് നേരത്തെ വഖഫ് ബില്ലിനെ എതിർക്കുക എന്നുള്ളതായിരുന്നു. ആ നിലപാടിൽ മാറ്റമില്ലല്ലോ അല്ലേ? ഈ CBCIയും KCBCയും കൊടുത്ത കത്തിന്റെ അടിസ്ഥാനത്തിൽ മാറ്റമൊന്നുമില്ലല്ലോ. ഇതിൽ ഇക്കാര്യത്തിൽ കോൺഗ്രസിന് പിറകോട്ട് പോകാൻ കഴിയില്ല. കാരണം കോൺഗ്രസ് ഇതൊരു നിലപാട് എടുത്തു കഴിഞ്ഞു. ആ നിലപാടിന്ന് പുറകോട്ട് പോയാൽ കേരളത്തിൽ നിന്ന് ലീഗ് UDF നിന്ന് പുറത്താവും. അതേസമയം ക്രിസ്ത്യൻ MPമാർക്കും ഇതിൽ വളരെ കൂടുതൽ സമ്മർദ്ദമുണ്ട്. ആ നിലപാടാണ് ഇന്നിപ്പോൾ കോൺഗ്രസ് MPമാരുടെ പ്രാഥമിക യോഗമുണ്ടായിരുന്നു, പാർലമെൻ്ററി പാർട്ടി യോഗത്തിൻ്റെ. അത് കഴിഞ്ഞ ശേഷമാണ് ഇത്തരമൊരു നിലപാടെടുക്കുകയും എല്ലാ MPമാരുടെ യോഗം നാളെ ചേരാൻ വേണ്ടി വഖഫിന് വേണ്ടി മാത്രം യോഗം ചേരാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. വഖഫിൽ ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കാകുലരാക്കുന്നത്. കാരണം നിലവിൽ വഖഫിനെ കുറിച്ച് ഒരു നിലപാട് എടുക്കുകയും അത് സഭയിൽ വെക്കുകയും ചെയ്തു. ഈ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ വാക്കുകളുടെ വരികൾക്കിടെ നമ്മൾ വായിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഇനിയും പുതിയ ഭേദഗതിയാണ് വന്നിരിക്കുന്നത്. അത് സംബന്ധിച്ച് ഒന്നും കൂടി ഞങ്ങൾ ആലോചിച്ച് തീരുമാനമെടുക്കും. ഈ ആലോചിച്ച് തീരുമാനമെടുക്കും എന്ന് പാർട്ടി അതിനുശേഷം തീരുമാനമെടുക്കുമെന്ന് പറയുന്നതിൽ തന്നെ നമുക്ക് നേരത്തെ എടുത്ത തീരുമാനമാണ്. പിന്നെ എന്താണ് ആലോചിച്ച് തീരുമാനമെടുക്കേണ്ടത് എന്നൊരു സംശയമിടാം. അതാണ് ഈ ക്രിസ്ത്യൻ ബിഷപ്പുമാരുടെ കൂട്ടായ്മ നടത്തിയ സമ്മർദ്ദത്തിൻ്റെ ഫലമായാണ് ഇനി MPമാരോട് കൂടി ഒരു തവണയും കൂടി അഭിപ്രായം ചോദിക്കുക എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. ഏതായാലും നാളെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ എല്ലാ MPമാരുടെ യോഗം ഒരിക്കൽ കൂടി കോൺഗ്രസ് വിളിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയും അതേപോലെ KC വേണുഗോപാലും യോഗത്തിൽ പങ്കെടുക്കും. ഇന്ന് KC വേണുഗോപാൽ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു യോഗം കൂടി വിളിച്ചു ചേർത്ത ശേഷം മാത്രമായിരിക്കും ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനത്തിലെത്തുക. ഏതായാലും കോൺഗ്രസിലെ 9 MPമാർ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് വിജയിച്ച 9 MPമാർ വളരെ ആശങ്കാകുലരായിട്ട് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തെ ഇക്കാര്യത്തിൽ അറിയിച്ചത്. തങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നില്ലെങ്കിലും പ്രതികൂലമായി വോട്ട് ചെയ്യുന്നതിൽ വിട്ടുനിൽക്കാനുള്ള സാവകാശം തരണമെന്നതാണ് ഇവർ ആവശ്യപ്പെട്ടത്. ഇക്കാര്യത്തിലും കോൺഗ്രസ് എന്ത് തീരുമാനമെടുക്കും എന്നറിയില്ല. എന്ത് തീരുമാനമെടുക്കും എന്നുള്ള കാര്യം വിശാലമായിട്ടുള്ള മുഴുവൻ MPമാരുടെയും പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം വ്യക്തമാണ്. ശരത് ലാലാണ് വിവരങ്ങൾ നൽകിയത്.